ഹേ ഗൈസ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ചാനൽ. അപ്പോൾ ഗൈസ്, നമ്മൾ സെക്കൻഡ് ചാനൽ കുറേ നാൾ കൂടിയിട്ടാണ് നമ്മളിന്ന് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് ചെറിയൊരു വ്ളോഗാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. അപ്പോൾ അവൻ്റെ മൃദംഗത്തിൻ്റെ അരങ്ങേറ്റത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അവനെ വിളിക്കാം. മോനെ, അപ്പോൾ നമ്മുടെ കക്ഷി ഇതാണ്. ഹലോ ഗൈസ്, എന്നെ പരിചയം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ഇടയ്ക്ക് സ്കൂൾ വ്ളോഗിലൊക്കെ ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നെൻ്റെ അരങ്ങേറ്റമാണ്. യൂട്യൂബ് ലൈവ് ഉണ്ട്. എല്ലാവരും അത് കാണണം. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യണം. എല്ലാവരും പ്രാർത്ഥിക്കണം വൃത്തിയായിട്ട് ഞാൻ വായിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരാളെ കൂടെ പരിചയപ്പെടുത്താം. നമസ്കാരം. ഇതെൻ്റെ സീനിയറാണ് കാശ്നാഥൻ. ഞങ്ങൾ ഒരു പ്രായമല്ലെങ്കിലും ഞാൻ കാശ്നാഥനാണ് ഞാൻ ഇയാളെ പറയുന്നത്. എൻ്റെ സീനിയറാണ്. ഞാൻ എന്നോട് മൃദംഗത്തിന് പഠിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ അരങ്ങേറ്റം നേരത്തെ കഴിഞ്ഞു. ഇപ്പോൾ എൻ്റെയാണ് അരങ്ങേറ്റം. ഞാൻ ഓൾ ദി ബെസ്റ്റ്. എൻ്റെ ലിങ്കുണ്ട്, യൂട്യൂബ് ലിങ്കുണ്ട്. അപ്പോൾ അതെല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇപ്പോൾ സമയം ഏകദേശം 5 മണിയായിട്ടുണ്ട്. വൈകുന്നേരം 5 മണിയായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരങ്ങേറ്റത്തിന് സമയമാവുന്നു. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിലോട്ട് പോകാൻ തുടങ്ങിയാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അവിടെ വെച്ച് കാണാം. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൻ്റെ മുന്നിൽ ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ മാർക്കറ്റൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുപോലെ അതാണ് അമ്പലം. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ പരിപാടിയൊക്കെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഇപ്പോൾ കുഴപ്പമില്ല. ഞാനത് സൗണ്ട് കട്ട് ചെയ്യാം. സംസാരിച്ച കുഴപ്പമില്ല. ലിങ്ക് ഏതാ? മറ്റേ അല്ല, അതല്ല, ഇത് വേറെ. മറ്റേത് വേറെ ആരാ ചെയ്യുന്നല്ലേ? അപ്പോൾ ഞാൻ ഇപ്പോൾ അമ്പലത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ആകെ സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ മൈക്ക് യൂസ് ചെയ്യുന്നില്ല. ആകെ ഡിമ്മും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ പരിപാടി തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ സൗണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ മൈക്ക് യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് പറയുന്ന ക്ലിയർ ആവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമ്മുടെ പരിപാടി ഇപ്പോൾ തുടങ്ങാൻ പോവുകയാണ്. ഏതായാലും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മുടെ പരിപാടി ഇപ്പോൾ തുടങ്ങും. അപ്പോൾ നമ്മുടെ കക്ഷി ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ പരിപാടി ഇപ്പോൾ തുടങ്ങാൻ പോവാണ്. തൃക്കരഞ്ഞൂർ മഹാദേവരുടെ തിരുവുത്സവമായ ഇന്ന് 5-ാം ദിവസമാണ്. ഇപ്പോൾ ഈ വേദിയിൽ മാസ്റ്റർ അഭിറാമിൻ്റെ മൃദംഗ അരങ്ങേറ്റമാണ് നടക്കാൻ പോകുന്നത്. അഭിറാം കഴിഞ്ഞ 8 വർഷമായിട്ട് കോന്നി സ്വരലയ മ്യൂസിക് ആൻഡ് ഡാൻസ് അക്കാദമിയിൽ കലഞ്ഞൂർ എൻ ഗോപാലകൃഷ്ണൻ സാറിൻ്റെ ശിക്ഷണത്തിൽ മൃദംഗം അഭ്യസിച്ചു വരികയാണ്. വളരെ ചിട്ടയായ പരിശീലനമാണ് അദ്ദേഹം അഭിരാമിന് കൊടുത്തിരിക്കുന്നത്. അഭിരാമ് ഇപ്പോൾ ഈ SSLC പരീക്ഷ ഇപ്പോൾ കഴിഞ്ഞ് എഴുതിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ പഠിത്തത്തോടൊപ്പം തന്നെ ഈ മൃദംഗം വാദനം അഭ്യസിക്കുകയൊക്കെ ചെയ്ത് വരുമായിരുന്നു. അപ്പോൾ ഈ സംഗീത കച്ചേരിയിൽ മൃദംഗം വായിക്കുന്നതിനായി അഭിരാമിനെ ഹാർദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പാടുന്നത് എൻ്റെ പേര് ശ്രീകുമാർ. കോന്നിയിലാണ് എൻ്റെ സ്ഥലം. എൻ്റെ ചെറുപ്പകാല സംഗീത പഠനമൊക്കെ ഈ മഹാദേവർ തിരുസന്നിധിയിലായിരുന്നു. ശ്രീ കളഞ്ഞൂർ TR ചന്ദ്രശേഖരൻ സാറിൻ്റെ അടുത്തും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായ ശ്രീ ഭൂതങ്കര തങ്കപ്പൻ ബാബ സാറിൻ്റെ അടുത്തും പഠിക്കാൻ ഭാഗ്യം ലഭിച്ചു. അതിനുശേഷം സംഗീത കോളേജിൽ ചേരുകയും ശ്രീ ആലപ്പുഴ KS ശ്രീകുമാർ സാറിൻ്റെ ശിക്ഷണത്തിൽ പിന്നീട് സംഗീത പഠനം തുടരുകയും ചെയ്തു. ഇന്നീ സംഗീത സദസ്സിൽ വയലിൻ വായിക്കുന്നത് ശ്രീ പഴകുളം റോജോ. സ്വരലയുടെ തുടക്കം മുതൽ വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം ശ്രീ സാരനാഥ് സംഗീത കോളേജിലെ
വയലിൻ വിഭാഗം അസിസ്റ്റൻ്റ് പ്രൊഫസറായി ജോലി ചെയ്തു വരുന്നു. അദ്ദേഹത്തിന് കോന്നി സ്വർലയുടെ ഹാർദമായ സ്വാഗതം. ഇന്ന് ഘടം വായിക്കുന്നത് ശ്രീ ആദിത്യനല്ലൂർ അനിൽകുമാർ. അദ്ദേഹം നിരവധി സംഗീത മഹാന്മാരുടെ നിരവധി കച്ചേരികളിൽ ഘടം വായിച്ചു വരുന്നു. അദ്ദേഹത്തിനും സ്വർലയുടെ പേരിലുള്ള ഹാർദമായ സ്വാഗതം. ഇന്ന് മുഖർശംഖ് വായിക്കുന്നത് ശ്രീ താമരക്കുടി രാജശേഖരൻ ചേട്ടൻ. കഴിഞ്ഞ 50 വർഷമായി ഈ സംഗീത കച്ചേരികളിൽ നിറ സാന്നിധ്യമാണ്. എം ജി രാധാകൃഷ്ണൻ സാറിൻ്റെ കൂടെ 25 കൊല്ലത്തിന് മുകളിൽ, അത് ഹോം ടീച്ചർ, അങ്ങനെ വലിയ മഹാന്മാരുടെ കൂടെ സംഗീത കച്ചേരികളിൽ മുഖർശംഖ് വായിച്ചു വരികയാണ്. അദ്ദേഹത്തിന് കോന്നി സ്വർലയുടെ ഹാർദമായ സ്വാഗതം. ഇന്ന് ഈ മൃദംഗ അരങ്ങേറ്റം കേൾക്കാനെത്തിയിരിക്കുന്ന മുഴുവൻ നല്ലവരായ കലാസ്നേഹികളെയും ഭക്തജനങ്ങളെയും കോന്നി സ്വർലയുടെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സംഗീത സദസ്സ് ഇവിടെ ആരംഭിക്കുകയാണ്. കരുണിം
രമജ സദമ